അപ്പോൾ എല്ലാവർക്കും MI മോഷൻ ഗ്രാഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ടതുപോലെയുള്ള ആ ഒരു MP4 ടെക്സ്റ്റ് എഡിറ്റാണ്. അപ്പോൾ നമ്മൾ പല MP4 വീഡിയോസിൻ്റെ ഇടയിലായിട്ട് ഇത്തരത്തിലുള്ള ടെക്സ്റ്റ് എഫക്ട്സുകൾ നമ്മൾ കാണാറുണ്ട്. ഇത്തരത്തിലുള്ള വാട്ടർമാർക്കാണ്. അപ്പോൾ ഈ ഒരു വാട്ടർമാർക്ക് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ എലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്ത ശേഷം ഏതെങ്കിലും ഒരു റേഷ്യോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത ശേഷം ടെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി നിങ്ങളുടെ ആ ഒരു നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ ആ ഒരു നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി ചെയ്യേണ്ടത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ആ ഒരു നെയിമിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം കളറ് ടിക്ക് കൊടുത്ത ശേഷം നമ്മൾ ഈ ഒരു കളർ ആൻഡ് ഫിൽ ഓപ്ഷനിൽ പോയ ശേഷം ഈ ഒരു മൂന്നാമത്തെ ഈ ഒരു ഗ്രേഡിയൻ്റ് കളർ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ചെയ്യേണ്ടത് ഈ ഒരു ബ്ലാക്കിൻ്റെ സ്ഥലത്ത് നമ്മൾ റെഡ് സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. നമ്മളിവിടെ ഒരു റെഡ് സെലക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇവിടെ വൈറ്റും സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഇതിലൊരു കാര്യം ചെയ്യാൻ മറന്നുപോയി. അതായത് ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്ത ശേഷം എഡിറ്റ് ടെക്സ്റ്റിൽ പോയ ശേഷം ഈ ഒരു ഫോണ്ട് നമുക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോണ്ട് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയ ശേഷം നമുക്കിതിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ടാൽ മനസ്സിലാവും അതിനകത്തൊരു ഷെയ്ക്ക് എഫക്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു എഫക്റ്റ് ചെയ്യുന്നതിനായി ആദ്യം തന്നെ ആ ഒരു ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം എഫക്ട്സ് ഓപ്ഷനിൽ പോയ ശേഷം ആഡ് എഫക്ട്സ് കൊടുക്കുക. അതിനുശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയ ശേഷം ഓസിലേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ഇനി നിങ്ങൾ ഈ ഒരു വാല്യൂസ് ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംഗിളിൻ്റെ ഓപ്ഷൻ ചെയ്യുന്ന ശേഷം നമ്മൾ ഫസ്റ്റിലൊരു കീ കൊടുക്കുന്നു, കുറച്ച് കഴിഞ്ഞൊരു കീ കൊടുക്കുന്നു. അതിനുശേഷം ഈ രണ്ടാമത്തെ കീ 180 ഡിഗ്രി ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു വാല്യൂ 180 ഡിഗ്രി ആക്കി കൊടുത്തിരിക്കുകയാണ്. ഇനി ജസ്റ്റ് ഈ ഒരു കീ എൻഡിങ്ങിലേക്ക് ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു കീ സ്റ്റാർട്ടിങ്ങിലേക്കും ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഫ്രീക്വൻസി ഒന്നും ചെയ്യുന്നില്ല. ഇനി നമ്മൾ ഈ മാഗ്നിറ്റ്യൂഡിൻ്റെ ഓപ്ഷനിലേക്ക് പോയ ശേഷം ജസ്റ്റ് അതുപോലെ തന്നെ 2 കീ ആഡ് ചെയ്യുകയാണ്. രണ്ടാമത്തെ കീ ആഡ് ചെയ്ത ശേഷം രണ്ടാമത്തെ കീയുടെ വാല്യൂ 0 ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഫസ്റ്റിലത്തെ കീയുടെ വാല്യൂ ഏകദേശം 436 ആക്കി കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്കൊരു ഗ്രാഫ് ഓപ്ഷൻ ആഡ് ചെയ്യുകയാണ്. ഈ ഒരു ഗ്രാഫ് ഓപ്ഷനിൽ പോയ ശേഷം ഈ ഒരു ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ മാഗ്നിറ്റ്യൂഡ് ഓപ്ഷൻ ചെയ്യുന്ന ശേഷം ഈ ഒരു കീ നമ്മൾ ഏറ്റവും എൻഡിങ്ങിലേക്ക് ആക്കി കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്ത ശേഷം അടുത്ത എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എഫക്ട്സ് ഓപ്ഷനിൽ പോയ ശേഷം ആഡ് എഫക്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ബ്ലർ ഓപ്ഷനിൽ പോയ ശേഷം മോഷൻ ബ്ലർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് ഈ ഒരു മോഷൻ ബ്ലറിൻ്റെ വാല്യൂ ഏകദേശം 2 ആക്കി കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഓസിലേറ്റിൻ്റെ എഫക്റ്റിൻ്റെ വാല്യൂസൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു എൻഡിങ്ങിലേക്ക് ഈ പോയ ശേഷം ഏകദേശം അതിൻ്റെ വാല്യൂ കുറച്ച് കൊടുക്കണമെങ്കിൽ കുറച്ച് കൊടുക്കാം. സോറി, നമ്മൾ ഈ ഫസ്റ്റിലത്തെ കീയുടെ വാല്യൂ വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു നടുക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു കീ കൊടുത്ത ശേഷം നടുക്കലത്തെ കീയുടെ വാല്യൂ ഏകദേശം കുറച്ചുകൂടി നമുക്ക് നല്ലതുപോലെ കുറച്ച് കൊടുക്കാം. ഏകദേശം ഒരു 14 ആക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ആ ഒരു എഫക്റ്റ് അവിടെ ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ആ ഒരു പ്രിവ്യൂവിൽ കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്തൊരു റേ എഫക്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്യാൻ നമുക്ക് എഫക്ട്സ് ഓപ്ഷനിൽ പോയ ശേഷം ആഡ് എഫക്ട്സിൽ പോവുക. അതിനുശേഷം കളർ ആൻഡ് ലൈറ്റ് ഓപ്ഷനിൽ പോയ ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ റേസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത ശേഷം ഈ ഒരു റേസ് ഓപ്ഷനിൽ പോവുക. ഇനി അതിൻ്റെ ലെങ്ത് അല്പം ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഏകദേശം ഈ ഒരു റേഞ്ചിന് വെച്ച് കൊടുക്കുക. ഇൻറ്റൻസിറ്റി അല്പം ഒന്ന് കൂട്ടി കൊടുക്കാം. അതിനുശേഷം ഈ സെൻറ്ററൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് അലൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു രീതിയിൽ അലൈൻ ചെയ്ത ശേഷം ഈ ഒരു വൈ ആക്സിസും നമുക്ക് ഇതുപോലെ ഒന്ന് അലൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ത്രെഷോൾഡ് അല്പം ഒന്ന് കുറച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഇൻറ്റൻസിറ്റി കുറച്ചുകൂടി ഒന്ന് കൂട്ടി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കളേഴ്സൊക്കെ ചേഞ്ച് ചെയ്യാം. ഞാനിവിടെ മറ്റൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ഇനി ചെയ്യാൻ പോകുന്നത് ഈ സെൻറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലേക്ക് വന്ന ശേഷം നമ്മൾ ആദ്യമേ ഒരു കീ ആഡ് ചെയ്യുകയാണ്.
അതുപോലെ അടുത്ത കീ ആഡ് ചെയ്യുകയാണ്. രണ്ടാമത്തെ കീ ചെന്ന ശേഷം രണ്ടാമത്തെ കീയിൽ ചെന്ന ശേഷം നമ്മളതിൻ്റെ വാല്യൂ കുറച്ചുകൂടി മാറ്റി കൊടുക്കുകയാണ്. നമ്മൾ കുറച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഈ വൈയുടെ ആണ് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. വൈ ആക്സിസ് അല്ല, എക്സ് ആക്സിസിൽ ചെന്ന ശേഷമാണ് മാറ്റേണ്ടത്. ഈ ഒരു രീതിയിലാക്കി കൊടുക്കാം. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ആ റേസ് ആഡ് ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു എക്സ് ആക്സിസ് ഏകദേശം -62 ഒക്കെ ആക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു എഫക്റ്റ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കളർ ചേഞ്ച് ചെയ്യുന്ന ഒരു എഫക്റ്റ് കൂടി ആഡ് ചെയ്യുകയാണ്. അതിനായി ഈ ഒരു എഫക്ട്സ് ഓപ്ഷനിൽ പോയ ശേഷം ആഡ് എഫക്ട്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം വീണ്ടും നമ്മളുടെ ഈ ഒരു കളർ ആൻഡ് ലൈറ്റ് ഓപ്ഷനിൽ പോയ ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഹ്യൂ ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്ത ശേഷം സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടി ആഡ് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് അടുത്തൊരു കീ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ അതിനുശേഷം അടുത്തൊരു കീ ആഡ് ചെയ്യുക. എന്നിട്ട് ഈ രണ്ടാമത്തെ കീയുടെ വാല്യൂ നമുക്ക് 10x ആക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ അതിൻ്റെ വാല്യൂ 10x ആക്കി കൊടുത്ത ശേഷം ഏറ്റവും എൻഡിങ്ങിലേക്ക് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മറ്റൊരു കാര്യം ചെയ്യാൻ മറന്നു. അതായത് എഫക്ട്സ് ഓപ്ഷനിൽ പോയ ശേഷം ഓസിലേറ്റ് ഓപ്ഷനിൽ പോയ ശേഷം നമ്മൾ ലാസ്റ്റ് ഇതിനകത്തൊരു മൂവ്മെൻറ്റ് വരുത്തുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ മാഗ്നിറ്റ്യൂഡ് ഓപ്ഷനിൽ പോയ ശേഷം ഇവിടെ ഒരു കീ ആഡ് ചെയ്യാം. നേരത്തെ നമ്മൾ കൊടുത്തിരുന്നത് മാഗ്നിറ്റ്യൂഡിലൊരു കീ എൻഡിങ്ങിലായിരുന്നു കൊടുത്തിരുന്നത്. ആ ഒരു കീ നമ്മൾ ഏകദേശം ഈ ഒരു പോർഷനിലേക്ക് കൊണ്ടുവച്ച് കൊടുക്കാം. ഏകദേശം ഈ ഒരു പോർഷനിലേക്ക് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മളൊരു കീ ആഡ് ചെയ്യുന്നു. അത് ഇനി എൻഡിങ്ങിലേക്ക് ഒരു കീ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് എൻഡിങ്ങിലെ കീ നമുക്ക് 436 ആക്കി കൊടുക്കാം. ഇനി നമ്മൾ മറ്റൊരു കാര്യം ചെയ്യാൻ മറന്നു. അതായത് ഓസിലേറ്റ് ഓപ്ഷനിൽ പോയ ശേഷം നമ്മളിവിടെ ആ ആംഗിളിലും കൂടി വ്യത്യാസം വരുത്തണം. ആംഗിളിലും അതുപോലെ തന്നെ വ്യത്യാസം വരുത്തണം. ഈ ഒരു ആംഗിളിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് ഈ ഒരു ഭാഗം 0 ആക്കി കൊടുക്കാം. ഇപ്പോൾ ആ ഒരു ഷെയ്ക്ക് എഫക്റ്റ് അവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങളുടെ ആ ഒരു സൗണ്ട് എഫക്ട്സുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. സൗണ്ട് എഫക്ട്സ് ഞാൻ നമ്മുടെ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.